നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കോടാലിയിൽ ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച വാർത്ത ഞെട്ടലോടെയാണ് നമ്മളെല്ലാം കേട്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ ഒരു 8 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുകയാണ്. വേനൽ കനത്തതോടെ ഈർപ്പം തേടി വീട്ടിലെത്തുന്ന പാമ്പുകൾ മനുഷ്യജീവന് ആപത്തായി മാറുകയാണ്. ലോകത്തെമ്പാടുമായി പാമ്പ് കടിയേറ്റു മാത്രം 1 ലക്ഷത്തിൽ പരം പേർ കൊല്ലപ്പെടുന്നു എന്നതാണ് കണക്കുകൾ. ഇരകളെ ചലനരഹിതമാക്കുവാനും അവയുടെ ദഹനം എളുപ്പത്തിലാക്കുവാനും അപകടം വരുന്ന അവസരങ്ങളിൽ ആത്മരക്ഷാർത്ഥം ശത്രുവിനെതിരെ പ്രയോഗിക്കുവാനുമാണ് പാമ്പിന് അതിന്റെ വിഷമെന്ന സൂട്ടോക്സിൻ ഉപകരിക്കുന്നത്. മനുഷ്യരുടെ കാര്യത്തിൽ അവസാനം പറഞ്ഞതാണ് നടപ്പിലാകുന്നത്. കടിച്ച പാമ്പിന്റെ ഇനത്തിനനുസരിച്ച് വ്യത്യസ്തമായ ദോഷഫലങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന 100 കണക്കിന് പ്രോട്ടീനുകളാണ് പാമ്പിൻ വിഷത്തിലുള്ളത്. ഒരേ ഇനത്തിൽപ്പെട്ട 2 പാമ്പുകൾക്ക് പോലും ഒരേ തീവ്രതയിലുള്ള വിഷമാവില്ല ഉണ്ടാവുക. എന്നാലും പാമ്പിൻ വിഷമേൽപ്പിക്കുന്ന ആഘാതങ്ങളെ 2 തരത്തിലായി നമുക്ക് വേർതിരിച്ചു പറയാം. 1, രക്തചംക്രമണത്തെ ബാധിക്കുന്നത്. 2, നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത്. ഹീമോടോക്സിക് ഗണത്തിൽപ്പെട്ട പാമ്പിൻ വിഷങ്ങൾ നേരെ കലരുന്നത് രക്തത്തിലേക്കാണ്. അവ നിരന്തരമായി ഒഴുകുന്ന രക്തത്തിൽ കുഞ്ഞു കുഞ്ഞു ക്ലോട്ടുകൾ ഉണ്ടാക്കുന്നു. ഒപ്പം പാമ്പിന്റെ പല്ലുകൊണ്ടുണ്ടാകുന്ന മുറിവിലൂടെ രക്തസ്രാവവും ഉണ്ടാകുന്നു. മറ്റു ചില വിഷങ്ങൾ രക്തസമ്മർദ്ദം ഏറ്റുന്നു, ചിലത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. അങ്ങനെ ഫലങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതൊക്കെ മനുഷ്യന്റെ ശരീരത്തിന് ദോഷമാണ് ചെയ്യുന്നത്. ന്യൂറോടോക്സിക് എന്ന 2ാമത്തെ ആഘാതം ഉണ്ടാക്കുന്ന തരം പാമ്പിൻ വിഷങ്ങൾ ശരീരത്തെ ബാധിക്കുന്നത് കൂടുതൽ വേഗത്തിലാണ്. അത് തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ന്യൂറോ സിഗ്നലുകൾ നമ്മുടെ പേശികളിൽ എത്തുന്നത് തടയുന്നു. അത് ശരീരത്തിൽ ഉണ്ടാക്കുക പക്ഷാഘാതത്തിന് സമാനമായ ഫലങ്ങളാണ്. തലയിൽ തുടങ്ങി കീഴ്പോട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഈ ആഘാതത്തിന് വശംവദമാകും. ഒടുവിൽ ശ്വാസകോശത്തിന്റെ ഡയഫ്രം വരെ പാരലൈസായി ശ്വാസം ഉള്ളിലേക്കെടുക്കുവാനാകാതെ കടിയേറ്റയാൾ മരിച്ചു പോകുന്നു. എലാപ്പിഡെ എന്നറിയപ്പെടുന്ന ഇനത്തിൽപ്പെട്ട 270ലധികം പാമ്പുകളിലൊന്നാണ് മൂർഖൻ അഥവാ കോബ്ര എന്ന് പറയുന്നത്. ന്യൂറോടോക്സിക് ആയിട്ടുള്ള വിഷങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് കരിമൂർഖന്റേത്. പാമ്പ് കടിയേറ്റാൽ ഈ 2 ആഘാതങ്ങൾക്കൊപ്പം കടിയേറ്റ മുറിവിന്റെ വായ്ക്ക് ചുറ്റുമായി നെക്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി സംഭവിക്കാം. വിഷം കാരണം മുറിവായ്ക്കടുത്തുള്ള കോശങ്ങളും പേശികളും സെല്ലുകളുമൊക്കെ നശിക്കുന്ന പ്രതിഭാസമാണിത്. സമയത്തിന് ആന്റിവെനം നൽകിയില്ലെങ്കിൽ ഇത് ആ ഭാഗം മുറിച്ചു കളയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരെ നയിക്കുവാൻ സാധ്യതയുണ്ട്. പാമ്പുകടി സംഭവിച്ചാൽ ഭയപ്പെടാതെ വേഗത്തിൽ ശരിയായ ചികിത്സ തേടുന്നതാണ് ഏറ്റവും പ്രധാനം. പഴമക്കഥകളിലോ തെറ്റായ വിശ്വാസങ്ങളിലോ ആശ്രയിക്കുന്നത് അപകടം വർദ്ധിപ്പിക്കും. സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ആന്റിവെനം നൽകുന്നത് ജീവൻ രക്ഷിക്കുവാൻ നിർണായകമാണ്. അതിനാൽ പാമ്പുകളോട് ജാഗ്രത പാലിക്കുകയും കടിയേറ്റാൽ ശരിയായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ജീവൻ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമാണ്.